ഇവിടെ നമ്മുടെ നാട്ടിലും അറബ് ലോകത്തുമുള്ള വിഷയം രണ്ടും രണ്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മഹർ ചോദിക്കുന്ന വിഷയമാണ് ഇവിടെയുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിലോ സ്ത്രീധനം എന്ന് പറഞ്ഞ് അങ്ങനെ മനുഷ്യന്മാരടങ്ങേറാക്കുന്ന ബുദ്ധിമുട്ടാക്കുന്ന ഒരു വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിലുള്ളത്. രണ്ടും നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദീനും പഠിപ്പിക്കുന്ന നിക്കാഹ് ഏതാണ്? സഅൽതു ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരോട് മഹാനായ അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ തന്റെ സഹോദരപുത്രൻ അബൂ സലമ റളിയല്ലാഹു അൻഹു ചോദിച്ചു അമ്മായിയോട്, ആയിഷ ബീവിയോട്, കം കാന സ്വദാഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ എത്രയാണ് മഹർ കൊടുത്തത്? ഇവിടെ വിഷയം, പുരുഷൻ സ്വർണം കൊടുത്ത് അല്ലെങ്കിൽ മഹർ കൊടുത്ത് ഒരു പെണ്ണിനെ സ്വീകരിക്കുക, ഇതാണ് ഇസ്ലാമിന്റെ നിക്കാഹ്. നിങ്ങൾക്ക് സംശയം വേണ്ട. മഹർ കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കാം, ഇത്രയുള്ളൂ. നമ്മുടെ നാട്ടിലെ സംസ്കാരം എവിടുന്ന് വന്നു? അത് ബ്രാഹ്മണന്മാരിൽ നിന്നുണ്ടായതാണോ, മറ്റു ജാതികളിൽ നിന്നുണ്ടായതോ, നമ്മളായിട്ടുണ്ടാക്കിയതാണോ, ഈ ഗൾഫുകാരുണ്ടാക്കി, ഇതൊക്കെ പോകട്ടെ. അതിന്റെ കാരണങ്ങൾ റൂട്ടുകളിലൊക്കെ ഇറങ്ങി ചർച്ച ചെയ്ത സമയം നഷ്ടപ്പെടുത്തല്ല. ഈ സംഭവം അത് അനുവദിക്കപ്പെട്ടതാണോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഇനിയും ശരിക്ക് മനസ്സിലാക്കുക. കം കാന സ്വദാഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മഹർ എന്തായിരുന്നു? قالت كان صداقه لأزواجه 12 أوقية ونسأا إن رسول إن عائشة بيبي رضي الله تعالى عنها كان صداقه لأزواجه 12 أوقية ونسأا 12 ഊഖിയയും വനഷൻ. അപ്പോ അത്തദരി മന്നഷ്, എന്താണ് ഈ നഷ് എന്ന് പറഞ്ഞാൽ എന്ന് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു ആയിഷ ബീവി. അപ്പൊ അവര് പറഞ്ഞു, എനിക്കറിയില്ല. ഖാലത് നിസ്ഫു ഊഖിയ, ഒരു ഊഖിയയുടെ പകുതി. അപ്പൊ 12 ഊഖിയ ആയിരുന്നു അവരുടെ നിക്കാഹിന്റെ മഹർ. എത്രയാണ് ഈ പറഞ്ഞത്? 500 ദിർഹം, 500 ദിർഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നിക്കാഹിന് മക്കളെ കെട്ടിച്ചു കൊടുത്തപ്പോഴും തങ്ങൾ നിക്കാഹ് ചെയ്തപ്പോഴും അതിലേറെ തങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. നിക്കാഹ് മഹർ കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്, ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്, നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജിഇതു അഹബു ലക നഫ്സി, എന്റെ ശരീരത്തെ അങ്ങേക്ക് തരാൻ വേണ്ടി വന്നതാ നബിയെ എന്ന് പറഞ്ഞാൽ അത് നിക്കാഹിന്റെ രീതിയായിരുന്നു. അബിംറഅതൻ വഹബത നഫ്സഹാ ലിന്നബി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. തങ്ങൾക്ക് ഞാൻ എന്റെ ശരീരത്തെ നൽകുകയാണെന്ന് പറയുന്നത് നിക്കാഹിന്റെ വചനമാണ്. തങ്ങൾ സ്വീകരിച്ചാൽ അത് നിക്കാഹാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഹഖിൽ മാത്രമായി ഒരു നിയമമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആ ഭാഗം വരുമ്പോൾ നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീയിലേക്ക് നോക്കി തങ്ങൾ തലതാഴ്ത്തി. അങ്ങനെ അവിടെയുള്ള ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ, അങ്ങ് കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചോട്ടെ എന്ന്. ഫഖാമ റജുലുൻ മിൻ അസ്ഹാബി, ഒരാൾ ചോദിക്കാം. കല്യാണത്തിന്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഈ ഹദീസ്. എങ്ങനെയായിരുന്നു കല്യാണം അന്നൊക്കെ നടന്നിരുന്നത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ ഇൻദക മിൻ ഷൈ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഒന്നുമില്ല നബിയെ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുർ വഇദ്ഹബ് ഇലാ അഹ്ലിക ഫൻദുർ ഹൽ തജിദു ഷൈഅൻ, നിങ്ങൾ പരയിലേക്കൊന്ന് പോയി നോക്കി, വീട്ടിലേക്കൊന്ന് പോയി നോക്കി, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി തിരിച്ചു വന്നു. നബിയെ, പരയിലൊന്നും ഒന്നുമില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഒരു ഇരുമ്പിന്റെ മോതിരം കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു. ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരം. അദ്ദേഹം പോയി തപ്പി നോക്കി, ഇല്ല നബിയെ. ലാ വല്ലാഹി യാ റസൂലല്ലാഹ് വലാ ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും ഇല്ല നബിയെ. വലാകിൻ ഹാദാ ഇസാരി, നബിയെ, എന്റെ ഈ അരയുടുപ്പ് വസ്ത്രമുണ്ടല്ലോ, ഇത് എന്റെ മുതലാണ്. നോക്കണം, ഇത്രേ എനിക്കുള്ളൂ. ഈ അരയുടുപ്പ് ഇത് എന്റേതാണ്, ആരും വായ്പ വാങ്ങിയതല്ല, ഈ ഉടുപ്പുണ്ട് നബിയെ. അപ്പോ തങ്ങൾ പറഞ്ഞത്, നീ ധരിച്ചാൽ അവൾക്ക് എന്ത് കിട്ടും? അവൾക്കത് കൊടുത്താൽ നിനക്ക് ഇസാറുണ്ടോ? നിനക്ക് വസ്ത്രമല്ല. അപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും? മാ തസ്നഉ ബിഇസാരി, ഈ വസ്ത്രം കൊണ്ട് എന്ത് ചെയ്യാനാണ്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്നപ്പോ
കുറെ നേരം ഇയാൾ ഇവിടെ ഇരുന്ന് അള്ളാഹുന്റെ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. ഈ സ്വഹാബി കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണ്, ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒന്നുമില്ല, കുറെ നേരം ഇരുന്ന് ഇയാൾ എഴുന്നേറ്റ് പോവുകയാണ്. കുറെ നേരം ഇരുന്ന് അയാൾ എഴുന്നേറ്റ് പോവാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ പോകുന്നത് കണ്ടപ്പോ അയാളെ തിരിച്ചു വിളിച്ചു. എന്ന് പറഞ്ഞു, മാദാ മഅക മിൻ ഖുർആൻ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഖുർആൻ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, മഈ സൂറത്തു കദാ വകദാ വസൂറത്തു കദാ വകദാ, ഇന്നാലിന്ന സൂറത്തുകളൊക്കെ എന്റെ കയ്യിലുണ്ട് നബിയെ. അദ്ദദഹ, അദ്ദേഹം എണ്ണി പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖറഉഹുന്ന അൻ ളഹ്രി ഖൽബിക്, നിങ്ങൾ മനപ്പാഠമായിട്ടത് ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഖാല നഅം, ആ നബി എനിക്ക് മനപ്പാഠമുണ്ട്. ഇദ്ഹബ് ഫഖദ് മല്ലക്തുകഹ ബിമാ മഅക മിനൽ ഖുർആൻ, നിങ്ങളുടെ ഖുർആൻ മഹറിയിക്കട്ടെ, ഇവളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരുന്നു മഹർ? പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ യാസീനോ പഠിപ്പിച്ചു കൊടുക്കാൻ, സൂറത്തുൽ കൗസർ, സൂറത്തുൽ തകാസുർ, ഏതെങ്കിലും സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നിക്കാഹ് ചെയ്തു, കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഈ ഹദീസ് നമ്മൾ ചർച്ച ചെയ്യണം. എന്ത് ലക്ഷങ്ങൾ പിടിപിടിക്കാതെ കല്യാണം നടത്താൻ പറ്റൂല എന്ന്, കല്യാണം നടത്താൻ കഴിയൂലല്ലോ എന്ന് പേടിച്ച് കല്യാണമാകുമ്പോഴേക്കും തിരിവിടാൻ, അല്ലെങ്കിൽ കഴിയുന്ന ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിന്നെങ്കിലൊക്കെ കിട്ടാവുന്നതൊക്കെ ചോദിച്ചു വാങ്ങി ഒക്കെ സ്വരൂപിച്ച് കല്യാണത്തിന് പൊട്ടിപ്പൊട്ടിക്കുകയാണ്. സംഗതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത് ചടങ്ങാൻ അള്ളാഹുവിന്റെ ദീനിൽ നിക്കാഹ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അനസ് റളിയല്ലാഹു അൻഹു അവരുടെ മകളൊരു സംഭവം പറയുന്നുണ്ട്. ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്, അന്നൊക്കെ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ചില പെണ്ണുങ്ങളൊക്കെ പറയും, നബിയെ എന്നെ നിങ്ങൾ വിവാഹം ചെയ്തേക്കും. എന്തിനാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കാനാണ്, തങ്ങളുടെ ഭാര്യയാകാനുള്ള പദം, ആ ഒരു ഭാഗ്യം ലഭിക്കാൻ വേണ്ടി പറയാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്നു, യാ റസൂലല്ലാഹ് അലക ബി ഹാജ, എന്നെ കല്യാണം കഴിക്കണോ നബിയെ, എന്നെ അങ്ങേക്ക് വേണോ എന്ന ചോദ്യം ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പറഞ്ഞു, മാ അഖല്ല ഹയാഅഹ, തീരെ ഒരു നാണമില്ലാത്ത പെണ്ണ്. വാ സൗഅത, എന്തൊരു മോശമാണിത്. അലക ബി ഹാജ എന്നത് എന്നെ കൊണ്ട് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന ആ വാക്കിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ടായി അനസ് റളിയല്ലാഹു അൻഹു മകൾ പറയാണ്, വാ സൗഅത മാ അഖല്ല ഹയാഅഹ, ലജ്ജയില്ലാത്തൊരു പെണ്ണ്, എന്തൊരു മോശം പറഞ്ഞപ്പോ വാപ്പയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയ ഖൈറും മിൻകി, നിന്നെക്കാളൊക്കെ ഖൈറാണ് പെണ്ണെ. ആ പറഞ്ഞ പെണ്ണ് നിന്നെക്കാൾ ഖൈറാണ്. സ്വന്തം മകളോട് പറയാണ്, റഗിബത ഫിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅറളത് അലൈഹി നഫ്സഹ, അല്ലാഹുവിന്റെ റസൂലിനോട് ആഗ്രഹം തോന്നിയിട്ട്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമെന്നല്ലേ പെണ്ണ് ചോദിച്ചിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹം തോന്നിയ പെണ്ണല്ലേ, എന്നെക്കാളോ ഖൈറിന്റെയാണെന്ന് സ്വന്തം മകളോട് അനസ് റളിയല്ലാഹു തആല. ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാവ് പറയാണ്, അന്ന് നിക്കാഹ് കല്യാണം എന്ന് പറഞ്ഞ സംഗതികൾ ഇത്രയേ വേണ്ടൂ. അത് ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യാണെന്ന് പറഞ്ഞാൽ അവിടെ ഈജാബും കബൂലുമായി, അവിടെ നിക്കാഹ് നടന്നു, ഇത്രയേ ആവശ്യമുള്ളൂ. ഈ ചടങ്ങാണ് നമ്മളങ്ങോട്ട് വലുതാക്കി ആലോചിക്കുമ്പോഴും മനുഷ്യന്മാർ പേടിക്കുന്ന രീതിയിലേക്ക് ആയിത്തീരുന്നത്. അല്ലെ, പെൺകുട്ടി ജനിക്കുമ്പോഴേക്ക് ആലോചിക്കുന്ന പടച്ചോനെ ഇവിടെ കല്യാണം കഴിച്ചുവിടുന്നല്ലോ എന്നാണ്. ഇവിടെ ചെറിയ പൈതൽ ജനിച്ചപ്പോ സുബ്ഹാനല്ലാഹ്. ആരാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത്? നമ്മളാണ്. അള്ളാന്റെ ശരീഅത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ നമ്മളായിട്ടുണ്ടാക്കിയ അനാവശ്യങ്ങളാണിതൊക്കെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അസ്ഹാബും കാണിച്ച ചര്യയിലേക്ക് നിക്കാഹുകളെ, ചടങ്ങുകളെ, നമ്മുടെ വിവാഹ ചടങ്ങുകളെ വളരെ ലഘുവായി, വളരെ എളുപ്പമുള്ളതായി അല്ലാഹുവിന്റെ ദീൻ കാണിച്ച രീതിയിലേക്ക് കൊണ്ടുവരെ അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. അന്നൊക്കെ മഹർ കൂട്ടി ചോദിക്കുന്ന കാലമാണ്. ഉമർ റളിയല്ലാഹു തആല അതിൽ ഇടപെട്ടിട്ടുണ്ട്. അറബ് ലോകത്തൊക്കെ വിഷയം അതാണ്. നമ്മളുടെ സ്ത്രീധനമാണ്. പറഞ്ഞിട്ടുണ്ട്, സ്ത്രീധനം ഹലാലോ ഹറാമോ എന്നൊരു മസ്അലയുടെ ഒരു ചർച്ചയല്ല, വിഷയം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവിടെ വിഷയം? അത് ഒറ്റടിക്ക് ഇത് ഹലാലാണ് അല്ലെങ്കിൽ സ്ത്രീധനം ഹറാമാണ് എന്ന് ഒറ്റടിക്ക് പറഞ്ഞാൽ ഹലാലാകുന്ന ചില വശം ഹറാമാവുകയും ഹറാമാകുന്നത് ഹലാലാവുകയും ചെയ്യും. നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ ധാരണ. അതാണ് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. എപ്പോഴാണ് ഇത് ഹലാലാവുക? ഒരു മുതലാളിയായ വാപ്പ തന്റെ മരുമകനായ പുതിയാപ്പിളക്ക് എന്തെങ്കിലും ഒരു ഹദിയ, ഒരു സമ്മാനം ഇയാൾ കൊടുക്കാൻ അയാൾക്കത് കഴിയും. അയാളുടെ സമ്പത്ത്, ഹലാലായ സമ്പത്ത് ഒന്ന് കൊടുക്കാൻ അയാൾ എല്ലാവർക്കും കൊടുക്കുന്ന ആളാണ്. സ്വന്തം മരുമകനായപ്പോ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മകനാണ്, തന്റെ മകനെ പോലെ ആവേണ്ട ആളാണ്. അയാൾക്കിതാ ഒരു സമ്മാനം കൊടുക്കുന്നു. ഹലാലാണ്, ജായിസാണ്. ഹദീ ജായിസല്ലേ? ജായിസാണ്. ഒരാൾ വന്ന് ചോദിക്കാൻ,
അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇത്ര വേണം, എത്ര തരണം, എത്ര കൊടുക്കോ ഇല്ല. ഈ അമ്മാവന്മാരെ വല്ലാത്ത റോൾ ആരംഭിക്കും. ഈ അമ്മാവന്മാർക്ക് ഈ പണി ആരാ കൊടുത്തത് എനിക്കറിയില്ല. അമ്മാവന്മാരാണ് ഈ പണിയിലൊക്കെ ഇടപെടുക. അത് അമ്മാവൻ പറയട്ടെ. ഏതാ ഈ അമ്മാവന്മാർ? അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ ഹക്കാമുകൾ ഉണ്ടായിരിക്കുക, അതിനെ നമുക്ക് ചാടിക്കടക്കാൻ പറ്റുമോ? നമ്മൾ ഈ കച്ചവടവൽക്കരിക്കുന്ന രീതി നിർത്തണ്ടേ? എത്ര മോശമാണത്! പെണ്ണിനെ കച്ചവടവൽക്കരിക്കല്ലേ അത്? നിക്കാഹിന്റെ പേരിൽ നയാ പൈസ ഒരാളോട് ചോദിക്കാനുള്ള അവകാശം ശറഅ് നൽകിയിട്ടില്ല. നമുക്കൊരു അവകാശമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. നീ നിന്റെ കയ്യിൽ നിന്ന് മഹർ കൊടുത്ത് സ്വീകരിക്കേണ്ടതിന് പകരം അയാളെടുത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കേ. ഇത് എവിടുത്തെ റൂളാണ്? അങ്ങനെ ഒരു റൂള് ശരീഅത്തിലില്ല. ഒന്ന്. പിന്നെ നിങ്ങൾ ചോദിച്ചാൽ അല്ലേ, ദരിദ്രന്മാരായ ആളുകൾക്ക് ചോദിച്ചു വരുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട്. ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ എന്തൊക്കെയോ ഫിത്തിനൊക്കെ പറയും. ചോദിച്ചവരിന് കൊടുക്കാൻ പറ്റുന്നത് യാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്. യാചിച്ച് ചോദിച്ചു വരുന്നവന് നീ കൊടുത്തോ എന്നതിനർത്ഥം. ഇങ്ങനത്തെ ചോദിച്ചാൽ നിങ്ങൾ കൊടുത്തോളൂ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അർത്ഥം വെക്കല്ലേട്ടോ. അതിനൊന്നും അങ്ങനെയല്ല അർത്ഥം. അതല്ല അതിന് ഖുർആന്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കാത്തത്. ഇവിടെയാണ് ചർച്ച വന്നത്. ഒരു മനുഷ്യൻ നിർബന്ധിതാവസ്ഥയിൽ ഒരു കിതാബ് കൊടുക്കാൻ തന്റെ മരുമകൻ ഇത്ര ആവശ്യപ്പെട്ടു, അവന് ഇത് വേണം അത് വേണം, അറയുടെ സെറ്റപ്പ് ഇത്ര വേണം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്രം ഒരു റിപ്പോർട്ട്, ഒരു റിസർച്ച് നടത്തിയിരുന്നു വിവാഹ മോചനങ്ങളെ സംബന്ധിച്ച്. ഞാൻ അത്ഭുതപ്പെട്ട റിപ്പോർട്ട് കണ്ടപ്പോ, അറയുണ്ടാക്കിയപ്പോ അറക്കാരായ ആളുകളുടെ പ്രദേശം അറയ്ക്ക് മരം അടിച്ചു കൊണ്ടുവന്നപ്പോ അവിടുത്തെ ഫർണിച്ചർ മരത്തിന്റെ തേക്കിന്റെ ഡിസൈനേ ഉണ്ടായുള്ളൂ, ഒറിജിനൽ തേക്കല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ വേണ്ട. സുബ്ഹാനല്ലാഹ്. ഒരു അഡ്വക്കേറ്റ് എഴുതിയതാണ്. അദ്ദേഹം ഒരു കേസ് ഡീൽ ചെയ്തപ്പോ പ്രശ്നം ഇതായിരുന്നു, തേക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ. കണ്ടല്ലോ, കോൺക്രീറ്റിനൊക്കെ മരത്തിന് ഡിസൈൻ കൊടുക്കൂലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ തേക്കല്ലായിരുന്നു മരം, അതുകൊണ്ടത് ഞങ്ങളൊന്ന് ചീപ്പാക്കിയില്ലേ. എന്താണ്, ആരാണ് ഇവർക്ക് ഇജ്ജത്ത് കൊടുക്കുക? അള്ളാഹു കൊടുക്കാത്ത ഇജ്ജത്ത് ആര് കൊടുക്കും? അള്ളാഹു ഇജ്ജത്ത് കൊടുക്കാൻ വിചാരിച്ചില്ലെങ്കിൽ ആര് ഇജ്ജത്ത് കൊടുക്കും? സുബ്ഹാനല്ലാഹ്. അതിന്റെ പേരിൽ ഇതാ സ്വലാത്ത്. എന്തൊക്കെയാ വിഷയം? അപ്പോ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു വിഷയം സൂചിപ്പിക്കുന്നത് ഇതാണ്: ഒരു മനുഷ്യന്റെ ഒരു സ്വത്തും ഒരാളുടെ തൃപ്തിയില്ലാതെ ഉപയോഗിക്കൽ ഹലാലല്ല, അനുവദിക്കപ്പെട്ടതല്ല. മനസ്സിലാക്കണം. നിങ്ങളുടെ തൃപ്തിയില്ലാതെ ഒരു ദിർഹമോ അര ദിർഹമോ അതിന്റെ പകുതി അതിന്റെ ഒന്നും നിങ്ങളുടെ സമ്മതമില്ലാതെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. എന്റേത് നിങ്ങൾക്കും. ഏതൊരാൾക്കും മറ്റൊരാളിന്റേത് അയാളുടെ തൃപ്തിയില്ലാതെ ഉപയോഗിക്കാൻ പറ്റൂല. ആ ഹദീസ് വളരെ വ്യക്തമാണല്ലോ, വളരെ വ്യക്തമാണ്. ഒരാളുടെ തൃപ്തിയില്ലാതെ റിളയില്ലാതെ ഉപയോഗിക്കാൻ പറ്റൂല. ഇനി നിങ്ങൾ പറഞ്ഞു തരും, സ്വന്തം താമസിക്കുന്ന പുരയിടം ആള് വിൽക്കാൻ, എന്തിന്? സ്വന്തം മകളെ കെട്ടിക്കാൻ. എന്നിട്ട് ഇയാൾ പോവാണ് എങ്ങോട്ട്? വാടകക്ക് താമസിക്കാൻ. സ്വന്തം ഇരിക്കുന്ന പുര വിറ്റാലുണ്ടോ ആ പൈസയ്ക്ക് ഒരു പുര കിട്ടുന്നത് നാട്ടിൽ? ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്ത് എന്റെ മരുമകന് കൊടുക്കുന്ന ഈ സ്വത്ത് അൻറിവൽ ഖൽബ്, ഹൃദയത്തിന്റെ താല്പര്യം കൊണ്ടാണ് എന്ന് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവൂലേ? ആണോ? ചെയ്യാൻ പറ്റും ഇങ്ങനെ? സ്വന്തം ഇരിക്കൂര വരെ വെച്ചിട്ട് സ്ത്രീധനം കൊടുക്കുന്നത് അയാളുടെ തൃപ്തിയുള്ള സ്വത്താണോ? പറ്റില്ല, ഹലാലല്ല. എന്തുകൊണ്ട് ഹലാലല്ല? അയാൾക്ക് തൃപ്തിയില്ലാത്ത മുതലാണ്. പക്ഷേ നാട്ടു നടപ്പങ്ങനല്ലേ, കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കുക, ഇത്ര കൊടുക്കണ്ടേ? ഇങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ നാട്ടുകാരും മഹല്ലിലും ഗൾഫിലൊക്കെ പിരിവിട്ടിട്ട് ഒരു കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് ഈ പുതിയാപ്പിള ഈ മുതല് തന്റെ പേരിൽ അത് സ്വീകരിക്കുക? ആ പെണ്ണിനാണെങ്കിലൊക്കെ അൽഹംദുലില്ലാ, ആ പെണ്ണിനെ വാപ്പ കൊടുത്തതാണ്, അങ്ങനെയാണ്. എന്നല്ലാതെ തനിക്കാണ് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് ഒരാളുടെ പൂർണ്ണ തൃപ്തിയില്ലാതെ ഒരു സമ്പത്ത് എങ്ങനെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇത്ര മനസ്സിലാക്കിയാൽ ഈ വിഷയം തീർന്നു. ഇതിൽ ഹലാലോ ഹറാമോ എന്ന് സമസ്തയുടെ ഫത്വ എന്താണെന്ന് ഒച്ചപ്പാടുണ്ടാക്കല്ല. സമസ്ത ദീനിന്റെ മസലയെ പറയൂ. ഹലാല് ഹലാലായിട്ട് തന്നെ പറയണം, ഹറാമ ഹറാമാണ്. അപ്പൊ ഇതിലെല്ലാം ഈ പറഞ്ഞതിലൊക്കെ സ്ത്രീധനമാണ്. അവിടെ ഹദിയയായി കൊടുത്താലും സ്ത്രീധനന്നേ പറയുള്ളൂ, ചോദിച്ചു വാങ്ങിയാലും സ്ത്രീധനന്നേ പറയുള്ളൂ. ഹലാലാകുന്നതുണ്ട്, ഹലാലാകാത്തതുമുണ്ട്. നമ്മളത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് മഹർ കൂട്ടിച്ചോദിച്ച സമയത്താണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അലാ ലാ തുഗാലു ഫീ സദഖാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ മഹറിന്റെ വിഷയത്തിൽ നിങ്ങൾ അധികം ചോദിക്കല്ല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്തില്ലേ? സംഭവം പ്രസിദ്ധമാണ്. فإنها لو كانت مكرمة في الدنيا أو تقوى عند الله لكان أولاكم بها نبي الله صلى الله عليه وسلم.
ഇത് അള്ളാഹുവിന്റെ അടുക്കൽ തന്റെ മകൾക്ക് ഇത്ര മഹർ വേണമെന്ന് ചോദിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഇപ്പോഴുള്ള സമ്പ്രദായം അതാണ്. ഇങ്ങനെ കൂടിയ മഹർ മക്കൾക്ക് വേണമെന്ന് പറയുന്നത് ഒരു ആദരവ് കിട്ടാനുള്ള കാരണമോ അള്ളാഹുവിന്റെ അടുത്തുള്ള തഖ്വയുടെ ലക്ഷണമോ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചെയ്യുക ആരായിരിക്കും? നബിയുല്ലാഹി, അള്ളാഹുവിന്റെ റസൂലല്ലേ അത് ചെയ്യുക. തങ്ങളത് ചെയ്തിട്ടില്ലല്ലോ. മാ അലിംനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നകഹ ശൈഅൻ മിൻ നിസാഇഹി വലാ അൻകഹ ശൈഅൻ മിൻ ബനാതിഹി അലാ അക്തറ മിൻ 12 ഊഖിയ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണിത്. അല്ലാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചതോ മക്കളെ കല്യാണം കഴിപ്പിച്ചതോ 500 ദിർഹമിലേറെ കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തിനാണ് കൂട്ടിച്ചോദിക്കുന്നതെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ ഈ സംഭവം ഇങ്ങനെ പറയുമ്പോ അപ്പോ ഒരു വൃദ്ധയായ പെണ്ണ് എഴുന്നേറ്റ് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, അല്ലേ? അങ്ങനെ കേട്ടില്ലെങ്കിൽ ഒരു വൃദ്ധയായ പെണ്ണ് ഞങ്ങൾക്ക് ഹലാലാക്കിയതിൽ നിങ്ങൾ ഇടപെടുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നാ പിന്നെ ഞാനൊന്നും പറയണില്ലേ എന്ന് പറഞ്ഞതിൽ സമ്മതം മൂളി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? അങ്ങനെ കേൾക്കാറുണ്ട്. അത് ഖിസ്സയാണ്, ഒരു ചരിത്രമാണ്. ഇതിനെ സംബന്ധിച്ച് ഉലമാ പറയുന്നത് അമ്മാ ഖിസ്സത്തു റദ്ദിൽ മർഅ അലാ ഉമറ ഫഹിയ ദഈഫ. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഒരു പെണ്ണ് അതിന് എതിര് പറഞ്ഞു എന്ന സംഭവം ദഈഫത്തുൻ, അത് ദഈഫാണ്. മഹാനായ സുബൈർ ഇബ്നു ബക്കാർ റളിയല്ലാഹു അൻഹു ആ ഹദീസ് മുൻഖത്തി ആണ് എന്ന് പറഞ്ഞു. കമാ ഖറർ അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ സംഭവം മുൻഖത്തി ആണ്, അടിസ്ഥാനരഹിതമാണ് പെണ്ണ് ഇങ്ങനെ എതിര് പറഞ്ഞു എന്നത്. ഉലമാ പറയാൻ അങ്ങനെ ഒരു പെണ്ണ് ഉമർ തങ്ങളോട് എതിർത്തു എന്നിരിക്കട്ടെ, അത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ഖലീഫ അങ്ങനെ ഒരു ഏറ്റവും താഴെക്കടിയുള്ള ഒരാൾക്ക് മറുപടി കൊടുക്കുന്നതോ അതിനെ അംഗീകരിക്കുന്നതോ ശൈഉൻ അദീം, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ സംഭവം നമ്മൾ പറഞ്ഞിട്ട് ആകെ പറയിതാണ് ഒരു പെണ്ണ് എഴുന്നേറ്റെന്ന് പറഞ്ഞു. ആ ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്യുക. സംഗതി എവിടെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു നാട്ടിലെ ഒരു ദുരാചാരത്തിൽ ഇടപെടുന്നു എന്നതാണ് ആലോചിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദുരാചാരത്തിൽ ഇടപെടുകയാണ്. ആ ഇടപെടലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഒരു പെണ്ണ് എതിര് ചോദിച്ചു എന്ന സംഭവം ഖിസ്സയാണ്, ആളുകൾ കഥ പറയുന്ന സംഭവങ്ങളാണ്. തഫ്സീറിന്റെ ചില തഫ്സീറുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഈ സംഭവം. പക്ഷേ അതിന്റെ റിവായത്തുകൾ കൊടുത്തിട്ടുള്ളത് മുൻഖത്തിആണ്. മുൻഖത്തിആയ അത് ആ റിവായത്ത് തെളിവ് എടുക്കപ്പെടാവുന്നതല്ല. അങ്ങനെ ഒരു പെണ്ണ് ചോദിച്ച സംഭവം ദഈഫാണ്. പക്ഷേ കഥ പറയുന്നവരും ചരിത്രം പറയുന്നവരും പ്രസംഗിക്കുന്നവരൊക്കെ പറയാറുണ്ട്. ഇത് ഉലമാഇനറിയാം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതല്ല. ഇത്തരം വിഷയങ്ങളിൽ നിക്കാഹ് പോലെയുള്ള അല്ലാഹു തആല പവിത്രമാക്കിയ ഒരു സംഭവത്തെ കളങ്കപ്പെടുത്തുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ വരുമ്പോ അതിനെ ശക്തിയുക്തം ഇടപെടണം എന്ന് പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. നമ്മൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. നിങ്ങളിൽ നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ആൺമക്കളിൽ, പെൺമക്കളിൽ വിവാഹം ചെയ്തിട്ടില്ലാത്തവർ, ഭാര്യയില്ലാത്തവർ, ഭർത്താവില്ലാത്തവർ, അവർക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം. രക്ഷിതാക്കന്മാർ, നാട്ടുകാർ, ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ചെയ്യണം. ഇൻ യകൂനു ഫുഖറാ, അവർ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവർക്ക് ഐശ്വര്യം നൽകും. നിക്കാഹ് കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകും. വല്ലാഹു വാസിഉൻ അലീം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.